നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ ആരാധിക്കാൻ ഒരു ആഴ്ച കൂടെ കർത്താവ് ദാനം തന്നതിനാൽ ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുന്നു. ഐ ഗ്രീറ്റ് യു ഓൾ ഇൻ ദ മാച്ച്ലെസ് നെയിം ഓഫ് our Lord and Savior Jesus Christ. Some of you are here, they can't understand Malayalam. I will try to share a few words, few sentences in English, in my level best. As we heard from the Psalms 15, the first verse is like that: O Lord, who may abide in your tent. And next verse onwards, who can? There are 4 categories, 4 steps or 4 abilities or eligibilities. And the final, what will be the result? ദൈവത്തിൻ്റെ കൂടാരത്തിൽ ആര് പാർക്കും? ആ സമയങ്ങളിൽ ആർക്കെങ്കിലും പാർക്കാൻ പറ്റുമായിരുന്നു? അതൊരു ചോദ്യമായിട്ട് വർഷങ്ങൾ അവശേഷിച്ചു. അതൊരു വാഗ്ദത്തമായിട്ട് വർഷങ്ങൾ അവശേഷിച്ചു. ആ ഒരു യോഗ്യതയിലെത്താൻ ആർക്കും കഴിയുമായിരുന്നില്ല. എന്നാൽ ഇന്ന് ഫ്രീഡം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ നിലനിർത്തേണ്ടത്, ആ ഒരു യോഗ്യതയിലൂടെ കടന്നു പോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം കർത്താവിനോടൊപ്പമായിരിക്കേണ്ടതാണ്, കർത്താവിനോട് കൂടെ താമസിക്കേണ്ടതാണ്. കർത്താവിനോട് കൂടെ നമുക്ക് താമസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ ആ നിത്യതയിൽ നമുക്ക് എത്താൻ കഴിയുന്നില്ല എങ്കിൽ, ഓടിയതും അധ്വാനിച്ചതൊക്കെ വിഫലമാണ്. നമ്മളിന്നിവിടെ കടന്നു വന്ന് ആരാധിക്കുന്നതിൻ്റെ എല്ലാം ഒരു റീസൺ നമ്മുടെ കർത്താവിനോടൊപ്പം ആകുക എന്നുള്ള അൾട്ടിമേറ്റ് പർപ്പസാണ്. അതിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടെത്തിക്കട്ടെ. 4 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ നടപ്പ് ക്രമീകരിക്കണം. വായിച്ചാട്ട് 2-ാമത്തെ വാക്യം: നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുക. Who can dwell with our Lord? Bible says, or Psalms 15 says, 4 category. The first point, he who walks with integrity and works righteousness. We children of God sometimes says, oh, it's impossible. We can make possible many things, but be holy, we think that is impossible. But we children of God, we have to walk in spirit, and at the same time we have to walk with holiness. നിഷ്കളങ്കനായി നടക്കുക. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യം നമ്മുടെ പാപം ക്ഷമിച്ചു എന്നുള്ളതാണ്, അല്ലേ? നമ്മുടെ കാലിന് വേദന മാറ്റിയതല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രോഗം സൗഖ്യമാക്കി, ശരിയാണ്. പക്ഷെ അതിനകത്തൂടെ എല്ലാം നമുക്ക് തന്ന ദാനം നമ്മുടെ കളങ്കം, നമ്മുടെ പാപം ക്ഷമിച്ചു എന്നുള്ളതാണ്. The greatest deliverance we receive from our Lord Jesus Christ, that is cleansing, forgiveness of our sin. So why he forgave our sin? We should be holy. So those who walk in holiness, they can dwell with our Lord. ആ ഹോളിനെസ് വെറും ചിന്താഗതിയല്ല, അതെങ്ങനെ പ്രകടമാകുന്നു? The next part, verse 2-ന്റെ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. 1, നടപ്പ് ശരിയാക്കണം. 2, സംസാരം ശരിയാക്കണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊക്കെ തമാശ പറയുന്നവരാണ്. ഞാനും തമാശയൊക്കെ ഇഷ്ടപ്പെടുകയും പറയുകയും ചെയ്യുന്നവരല്ലേ, പിന്നെ എന്നാ ജീവിതം? പക്ഷെ എന്നാലും കള്ളം എന്ത് ചെയ്യരുത്. സ്തോത്രം. ടേക്ക് ഡിസിഷൻ, ട്രൈ യുവർ ലെവൽ ബെസ്റ്റ്. അന്റാർട്ടിക്ക പോയി ആത്മാക്കളെ നേടിയില്ലേലും ഈ ഒരാഴ്ച കർത്താവെ അധികം കള്ളമൊന്നും പറയാതെ ജീവിക്കാനുള്ള കൃപ തരണേന്നൊന്ന് പ്രാർത്ഥിക്കേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അതൊക്കെയല്ലേ ഹോളിനെസ്സിൻ്റെ ഒരു പാർട്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദ നെക്സ്റ്റ്, സംസാരം അല്ലേ, സംസാരത്തിൻ്റെ ഹോളിനെസ്സിന് 2 പാർട്ടാണ്. 1, സത്യം സംസാരിക്കുന്നത്. 2, തേർഡ് വേഴ്സ് 3, നാവ് കൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. He does not slander with his tongue, nor does evil to his neighbor. സോ നാവിന് ശക്തിയുണ്ട്. ആ നാവിന് സത്യം സംസാരിക്കാൻ പറ്റും, സ്നേഹം പ്രകടമാക്കാൻ പറ്റും, അപ്പോൾ തന്നെ വലിയ കാട് കത്തിക്കാനും പറ്റും. ആമേൻ. സ്തോത്രം. പാപമെന്നുള്ളത് മോഷ്ടിക്കുന്നതോ വ്യഭിചാരം ചെയ്യുന്നതോ മാത്രമല്ല, ഇതും പാപമല്ലേ? ഇത് നമ്മളെ കളങ്കം വരുത്തുന്നതല്ലേ?
ഇതും നമ്മുടെ കർത്താവിനോടൊപ്പം താമസിക്കാൻ അനുവദിക്കാത്തത് അല്ലേ? അങ്ങനെയെങ്കിൽ വല്ല വിധേനയും നമ്മുടെ കർത്താവിനോടൊപ്പം നിത്യതയിൽ എത്തേണ്ടതിന്, അവിടെ താമസിക്കേണ്ടതിന് നമ്മുടെ നടപ്പ് നന്നായെങ്കിൽ, നമ്മുടെ സംസാരവും നന്നായെങ്കിൽ, അധികം സംസാരിച്ചില്ലേലും അസത്യങ്ങൾ പറയാതെ, അധികം സംസാരിച്ചില്ലേലും വേറൊരാൾക്ക് ഹാനി വരുന്നത് സംസാരിക്കാതെ നമുക്ക് ഈ ആഴ്ച ഒന്ന് ശ്രമിക്കാം. 2 പാർട്ടാണതിന്. കൂട്ടുകാരനോട് ദോഷം എന്ന് വെച്ചാൽ നേരിട്ട് പ്രശ്നം വരുത്താതിരിക്കുക. 2, അവൻ അറിയാതെ. അടുത്ത പാർട്ട് അതാണ്, കൂട്ടുകാരൻ അപമാനം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പണിതില്ലെങ്കിലും ഉടയ്ക്കാതെ നമുക്കത് മുന്നോട്ട് പോകാം. വേഴ്സ് 4 ഭാവമാണ്. 1 എല്ലാവരും കാണുന്ന നടപ്പ്, 2 സംസാരം എല്ലാവരും കേൾക്കുന്നതാണ്. 3-ാമത്തെ പാർട്ട് പലരും കേൾക്കുന്നില്ല, കാണുന്നില്ല. വായിച്ചാട്ടെ 4-ാമത്തെ വാക്ക്. വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ്, നീതിമാൻ ആരാണ്, ആര് പാർക്കും എന്നുള്ളതിൻ്റെ ഒരു യോഗ്യത ഇവിടെ എഴുതിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കാം. കർത്താവേ, ഞാൻ ഓക്കെയാണ്, എല്ലാം തികഞ്ഞവനാണ്, പക്ഷെ എൻ്റെ മുമ്പിലുള്ള എല്ലാവരും അതൊക്കെ ഒന്ന് മാറ്റി. കർത്താവേ, ഞാനും നേരെയാകാനുണ്ട്. അവൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ഭാവനിമിത്തം അവൻ കൂടുതൽ വീഴാതെ എങ്ങനെയും കൈപിടിച്ചൊന്ന് എണീപ്പിക്കാൻ എന്നുള്ള ഭാവത്തിൽ നമുക്കൊന്ന് പോകാം. നമുക്ക് അനേകരെ നേടാൻ പറ്റും. അനേക വീണ് കിടക്കുന്നവരെ കൈപൊക്കി ഈ ദിവസങ്ങളിൽ പണിയാൻ പറ്റും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അടുത്തത്, ഈ നാളുകളിൽ ഏറ്റവും കുറഞ്ഞു വരുന്നൊരു ഭാവമാണ് ബഹുമാനം. ബഹുമാനം. ദാനധർമ്മങ്ങൾക്ക് നമ്മളൊക്കെ ചിലപ്പോൾ മുന്നിലായിരിക്കാം. പാസ്റ്ററെ, പിരിവെടുക്കുകയാണോ? ഞാൻ ഏറ്റവും എല്ലാവരെക്കാളിലും ഇന്നാരെത്ര തന്നു അതിൻ്റെ മേളിൽ ഞാൻ തരാം. പക്ഷെ ബഹുമാനം വളരെ കുറഞ്ഞിരിക്കുന്നൊരു കാലമാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ബഹുമാനം നമുക്ക് പഠിച്ച് നേടാൻ പറ്റുന്നതല്ല. അതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ പ്രായത്തിൽ നമ്മുടെ പേരൻസ് എങ്ങനെയാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത്, അല്ലെ നമ്മളെ എങ്ങനെയാണ് പഠിപ്പിച്ചത്, അതൊക്കെ ഒരു വലിയൊരു ഭാവമാണ്, വലിയൊരു ദൈവിക വരദാനമാണ് ബഹുമാനം. നമുക്ക് ഈ ആഴ്ച നമ്മളെ തന്നെ ഒന്ന് തിരുത്താം. നമ്മൾ അന്യോന്യം ബഹുമാനിക്കാൻ, പോരിന് വിളിക്കാനല്ല, പിന്നെ അന്യോന്യം ബഹുമാനിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. എന്തിനു വേണ്ടിയാ? ബഹുമാനിച്ചാൽ എന്നാ ഉണ്ട് പ്രയോജനം പറഞ്ഞാട്ട്? ആമേൻ, സ്തോത്രം. എങ്ങനെയും മേളിലെത്തും. അവിടെ നമ്മുടെ കർത്താവിനോടൊപ്പം താമസിക്കാൻ പറ്റും. അതിനുവേണ്ടി യഹോവഭക്തന്മാരെ ബഹുമാനിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവ്, ഇവരൊക്കെ വളർന്നു വരുമ്പോൾ, കാര്യം ഈ രാജ്യത്ത് പ്രായമുള്ളവരെയൊക്കെ പേരാ വിളിക്കുന്നത്. ശരിയാ, നമ്മുടെ കൾച്ചർ മാത്രമേ ഉള്ളായിരിക്കും ഇങ്ങനെ അങ്കിളെ, ആൻറ്റി, അച്ചായ, അമ്മാമയെ വിളിക്കുന്നത്. പക്ഷേ എന്നാലും പലരും ഈ പേരൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട് കേട്ടോ. അതിനകത്ത് എന്നാ പാസ്റ്ററെ, പേരിനകത്ത് എന്നാ കാര്യം ഇരിക്കുന്നു, എങ്കിലും അത് ബഹുമാനത്തിൻ്റെ ഒരു ഭാഗമാണ്. I really appreciate, dear children of God, your communication, your attitude are excellent. We really appreciate you. Praise the Lord. But when you grow up, keep it up. Keep the same standard. Or if you can respect more and more, that will be more good. കാര്യം ബഹുമാനം ഈ രാജ്യത്തെ, കാര്യം കൂടുതലും ബഹുമാനിക്കുന്ന എപ്പോഴാണ്? നമ്മുടെ ചെറുപ്പനാളുകളിലൊക്കെ വളർന്നു വന്നപ്പം, മോനെ പാസ്റ്ററുകൾ വന്നു, അല്ലെ അങ്കിൾ വന്നു, അല്ലെ ആൻറ്റി വന്നു, അപ്പച്ചൻ വന്ന്, മുണ്ട് അഴിച്ചിടാൻ ആരും പറയണ്ട, ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ ആരും പറയണ്ട. ആമേൻ, സ്തോത്രം. ചെന്നവരുടെ ബാഗ്, ഞങ്ങളുടെ വീട്ടിൽ എന്നെ പഠിപ്പിച്ച നിർബന്ധം ഒരു കാര്യമാണ്, പാസ്റ്റർമാർ വന്നാൽ അവരെ കാണുമ്പോഴേ ബാഗ് അവരുടെ പിടിച്ചോണ്ട്, അതൊക്കെ ആ ബഹുമാനത്തിൻ്റെ എന്താണ്? അയ്യോ, ഞാൻ ബാഗ് പിടിച്ച് വരുമല്ല, നിങ്ങളങ്ങനെ വിചാരിക്കില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം വലിയ ഡിഗ്രി ഒക്കെ നേടുന്നു. റിയലി വി ആർ പ്രൗഡ് ഓഫ് യു. ട്രോഫിയൊക്കെ കിട്ടുന്നു, വി ആർ പ്രൗഡ് ഓഫ് യു. പക്ഷേ നിങ്ങളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചില ഗുണങ്ങൾ, ബഹുമാനിക്കുക. റെസ്പെക്ട് ഈച്ച് അതർ, ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നല്ലേ ഒരു വലിയൊരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു സേയിങ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ബഹുമാനം കൊടുക്കാനുള്ള ഒരു ചാൻസാണ്. ആരും നിങ്ങളെ ബഹുമാനിക്കത്തില്ല. ഓ, ഇവനെ ഞാൻ എന്നെ ബഹുമാനിക്കാനാ,
ഇവളെ ബഹുമാനിക്കാൻ വേറെ ആളിനെ അന്വേഷിക്കണം. പക്ഷെ ദൈവം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത ബഹുമാനം ഇപ്പം കൊടുത്താൽ പിന്നത്തേതിൽ ദൈവം എവിടെയും നിങ്ങൾക്ക് ബഹുമാനം തരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവ ഭക്തന്മാരെ ബഹുമാനിച്ചാൽ അന്നേരം അവർക്കൊന്നും, ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ അന്ന് ബഹുമാനിച്ചവർക്കൊന്നും തിരിച്ചൊന്നും കിട്ടിയില്ല കേട്ടോ. അവർക്ക് അപമാനമൊക്കെയാണ് കിട്ടിയത്. പക്ഷെ പിന്നത്തേതിൽ ദൈവം അവർക്ക് മാന്യത, പ്രതിഫലമൊക്കെ എന്ത് ചെയ്തു? വെച്ചു. ഇന്ന് ഞാനും നമ്മളൊക്കെ എന്തേലുമൊക്കെ ബഹുമാനം ലഭിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ അപമാനിക്കപ്പെട്ട ദിവസങ്ങളുണ്ട്, വെറുക്കപ്പെട്ട ദിവസങ്ങളുണ്ട്, മാറ്റി നിർത്തപ്പെട്ട അവസരങ്ങളുണ്ട്. അതൊക്കെ ദൈവം കരുതിക്കൂട്ടി നമുക്ക് വേണ്ടി പിന്നത്തേതിൽ കർത്താവ് നമുക്ക് മറുപടി തന്ന. അങ്ങനെയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ഇന്നവർക്ക് ബഹുമാനിക്കാൻ പഠിച്ചാൽ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ കർത്താവിൻ്റെ വചനം സ്ട്രിക്റ്റായിട്ട് പഠിപ്പിക്കുന്ന, ഞാനിപ്പോൾ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച എടുത്തത്, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ. യേശു കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു ഭാവം ബഹുമാനിക്കുന്നവനായിരുന്നു. അപ്പോസ്തലന്മാരും സ്ട്രിക്റ്റായിട്ട് പഠിപ്പിച്ചു, സമൂഹത്തിൽ നമ്മൾ ബഹുമാനിച്ച് വേണം ജീവിക്കാൻ, നിയമത്തെ ബഹുമാനിക്കണം അല്ലേ. എഫേസ്യ ലേഖനം 6 ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം, യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധം, ദൈവസഭയിലെ ബന്ധങ്ങൾ, ഇതെല്ലാം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനിക്കുന്നത് ഏറ്റവും വലിയൊരു ഭാവമാണ്. ഹല്ലേലൂയ. കാര്യം അതൊരു ഉപദേശം തന്നെയാണ് മക്കളെ. അതിന് മറുപടിയുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അടുത്ത വാക്യം, 5-ാമത്തെ വാക്യം. തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ഇതൊരു കോൺട്രവേഴ്ഷ്യൽ വേഴ്സാണ്. ഞാൻ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനല്ല. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മളൊക്കെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒന്നും ഇടല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഒരാൾ വളരെ വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ അടുത്തൊരാവശ്യമായിട്ട് വന്നാൽ, ആമേൻ, സ്തോത്രം, ആ സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സമയമല്ല. പലരും പല രീതിയിലായിരിക്കും ആ സമയത്തെ പ്രോഫിറ്റബിൾ ആക്കുന്നത്. ഒന്ന്, പൈസ കൊടുത്തിട്ട് ഞാൻ 100 തരാം, പക്ഷേ എനിക്ക് 150 തരണം, ദേശത്തെങ്ങും ഇല്ലാത്ത പലിശ, അതൊരു പ്രോഫിറ്റാണ്. പക്ഷെ വേറൊരു നമ്മളൊക്കെ ചെയ്യുന്നൊരു പ്രോഫിറ്റുണ്ട്. അവൻ്റെ ആ തകർച്ചയുടെ നടുവിൽ 100 കൊടുത്തിട്ടൊരു 100 പേരോട് എൻ്റെ 100 കൊണ്ട് അവൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നേ, അത് അതിലും വലിയ പലിശയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പ്രത്യേക ആലോചനയാണ് ഇന്ന് പങ്കുവെക്കുന്നത്. വലിയ ആവേശമൊന്നുമില്ല, വലിയ ഉണർവൊന്നുമില്ല. വല്ല വിധേന നമുക്ക് മേളിലെത്തണം. പറഞ്ഞാട്ടെ, വല്ല വിധേന നമുക്ക് യഹോവയുടെ കൂടാരത്തിൽ ആർപ്പാർക്കും. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. കണ്ണടയ്ക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളെ താഴ്ത്തുന്നു. കർത്താവേ, ഈ ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകുന്നതാണ്. ദൈവേഷ്ടം ചെയ്യുന്നവനും എന്നേക്കും ജീവിക്കും. ഞങ്ങളാരും പൂർണ്ണരല്ല. കർത്താവേ, ഈ ശുശ്രൂഷിക്കുന്ന ഞാനുൾപ്പെടെ എൻ്റെ വാക്കിലും നടപ്പിലും സംസാരത്തിലും ചിന്തയിലും ഭാവത്തിലും ഒക്കെ വളരെ കുറവുകൾ വന്നിട്ടുണ്ട്. കർത്താവേ, ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഞങ്ങളെല്ലാവരും ഒരുപോലെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് പല മേഖലകളിൽ തിരുത്താൻ പറ്റും. ഞങ്ങളുടെ നടപ്പ് അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ, ഞങ്ങളുടെ സംസാരം അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ, ഞങ്ങളുടെ ചിന്താഗതികൾ, ഭാവങ്ങൾ അല്പം ഒന്ന് താഴ്മയിലേക്കൊന്ന് കൊണ്ടുവന്നാൽ, കർത്താവേ, ഞങ്ങളുടെ മറ്റുള്ളവരുമായിട്ട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹോദരങ്ങളുമായിട്ടുള്ള ഞങ്ങളുടെ ഇടപാട് അല്പം ഒന്ന് കർത്താവെ നേരെയാക്കിയാൽ, അല്പം ഒന്ന് ബഹുമാനം കൊടുത്താൽ, ഒന്ന് അപമാനം വരുത്താതെ നോക്കിയാൽ, ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ, കർത്താവെ, ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ആ സമയത്ത് കർത്താവെ, അത് ഞങ്ങൾക്ക് ഉയരാനുള്ളൊരു ലാടകല്ല, അവരോടൊപ്പം സിമ്പതൈസ് കാണിക്കേണ്ടടുത്ത്, എമ്പതയിലേക്ക് പോകേണ്ടടുത്ത് ആ ഒരു ഭാവത്തിലൂടെ പോയാൽ കർത്താവേ, അത് നിത്യതയിൽ എത്തുന്നതിനുള്ള ഒരു എലിജിബിലിറ്റി ആണെന്ന് ഞങ്ങളിന്ന് വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളൊക്കെ അങ്ങയുടെ ഉപദേശങ്ങൾ അനുസരിക്കുന്നവരാണ്, കൽപ്പനകൾ അനുസരിക്കുന്നവരാണ്. എന്നാൽ പ്രാക്ടിക്കൽ ലൈഫിൽ ഒരു തിരുത്തൽ ഈ നാളുകളിൽ ഞങ്ങൾ വിധേയരാകേണ്ടത് ആവശ്യമാണല്ലോ. സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ തന്നെ